നമ്മുടെ ഭൂമിയിൽ ചില വർഷങ്ങളിൽ അതിശക്തമായ ചൂടും ചില വർഷങ്ങളിൽ ശക്തമായ തണുപ്പും കൂടാറുണ്ട്. ഇതിന് കാരണമാകുന്നത് ഭൂമിയിലെ ഒരു മഹാസമുദ്രത്തിൽ നടക്കുന്ന രണ്ട് പ്രതിഭാസങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് എൽ നീനോയും ലാ നീനയും. വെൽക്കം ബാക്ക് ടു ഗ്രാഫോ മീഡിയ. ഇതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ മഹാസമുദ്രമായ ശാന്തസമുദ്രം അല്ലെങ്കിൽ പസഫിക് മഹാസമുദ്രം. ഒരു സാധാരണ സമയത്ത് പസഫിക് സമുദ്രത്തിൻ്റെ കിഴക്കുനിന്നും പടിഞ്ഞാറേക്ക്, അതായത് അമേരിക്കൻ ഭാഗത്തു നിന്നും ഏഷ്യൻ ഭാഗത്തേക്ക് ട്രേഡ് വിൻഡ് എന്ന കാറ്റ് വീശാറുണ്ട്. അങ്ങനെ സമുദ്രോപരിതലത്തിലെ ചൂടുവെള്ളം ഏഷ്യ ഓസ്ട്രേലിയ ഭാഗത്തേക്ക് പോകും. അതോടെ അമേരിക്കൻ തീരത്ത് തണുത്ത വെള്ളം മേലേക്ക് ഉയരും. ഇതിനെയാണ് അപ്വെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതാണ് സാധാരണ എല്ലാ വർഷവും നടക്കുന്നത്. എന്നാൽ ചില വർഷങ്ങളിൽ ആ ബാലൻസിങ്ങിൻ്റെ താളം തെറ്റാറുണ്ട്. ആ താളം തെറ്റലിനെയാണ് എൽ നീനോ ലാ നീന എഫക്റ്റുകൾ എന്ന് പറയുന്നത്. എൽ നീനോ. എൽ നീനോ എന്ന സ്പാനിഷ് വാക്കിൻ്റെ അർത്ഥം ആൺകുട്ടി, ദി ലിറ്റിൽ ബോയ് എന്നാണ്. ചില വർഷങ്ങളിൽ പസഫിക് മഹാസമുദ്രത്തിൽ അമേരിക്കൻ ഭാഗത്തു നിന്നും ഏഷ്യൻ ഭാഗത്തേക്ക് വീശുന്ന ട്രേഡ് വിൻഡ് എന്ന കാറ്റിൻ്റെ ശക്തി കുറയും. അതോടെ സമുദ്രോപരിതലത്തിലെ ചൂടുവെള്ളം പടിഞ്ഞാറേക്ക് പോകാതെ മധ്യകിഴക്കൻ പസഫിക് ഭാഗത്ത് തന്നെ നിൽക്കും. ഇതാണ് എൽ നീനോ എഫക്റ്റ്. ഇത് ഭൂമിയിൽ കനത്ത ചൂടിനും വരൾച്ചയ്ക്കും കാരണമാകുന്നു. ഇന്ത്യയിൽ മൺസൂൺ ദുർബലപ്പെടും. ലാ നീന. ലാ നീന എന്ന സ്പാനിഷ് വാക്കിൻ്റെ അർത്ഥം പെൺകുട്ടി, ദി ലിറ്റിൽ ഗേൾ എന്നാണ്. ലാ നീന എൽ നീനോയ്ക്ക് വിപരീതമാണ്. പസഫിക്കിൽ പടിഞ്ഞാറേക്ക് വീശുന്ന ട്രേഡ് വിൻഡിൻ്റെ ശക്തി കൂടും. ചൂടുവെള്ളം കൂടുതൽ പടിഞ്ഞാറേക്ക് പോകും. അതോടെ അമേരിക്കൻ തീരത്ത് തണുത്ത വെള്ളം കൂടും. ഇതാണ് ലാ നീന എഫക്റ്റ്. ഇത് ഭൂമിയിൽ ശക്തമായ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും തണുപ്പിനും കാരണമാകുന്നു. ഇന്ത്യയിൽ ചുഴലിക്കാറ്റ് വീശുന്നത് ഈ സമയങ്ങളിലാണ്. ഇനി ഇന്ത്യയിൽ ചൂടോ തണുപ്പോ കൂടുമ്പോൾ അതിന് കാരണം നേരെ മറുവശത്തുള്ള സമുദ്രത്തിലുണ്ടായ പ്രതിഭാസമാണെന്ന് ഓർക്കണം.